എനിക്ക് കസ്റ്റമറിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ട് 6 മാസമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കാണിത്. ഷോൾഡറിൽ കെട്ട് വരുന്ന രീതിയിലാണിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ബോ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് ആദ്യമേ തന്നെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. ബോഡി പീസ് കട്ട് ചെയ്യാനായിട്ട് ലൈനിങ്ങിനാണിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം താഴോട്ട് 5.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക ബോഡി പീസിൻ്റെ. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ വിത്ത് 2 നെക്ക് വിത്ത് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. നെക്ക് ലെങ്ത്ത് 2.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് റൗണ്ടിൽ നെക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം തോളിൽ കെട്ട് വരുന്നത് കൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ വിത്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി താഴോട്ട് ആം ഹോൾ ലെങ്ത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ശേഷം ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. അതിനുശേഷം വിത്ത് 6 ഇഞ്ച് വിത്ത് ചെസ്റ്റിലും വേസ്റ്റിലും ഒരേപോലെ തന്നെ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബോഡി പീസ് ഇതുപോലെ നല്ല പീസിലോട്ടിട്ടിട്ട് അതുപോലെ അതിൻ്റെ ആ അളവിലൊരു 2ആയിട്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നല്ല വശത്ത് വെച്ച് ഇതുപോലെ നെക്കിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ഹാം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സ്കേർട്ട് പീസിൻ്റെ വേണ്ടിയിട്ട് 13 ഇഞ്ച് ലെങ്ത്തിലും 20 ഇഞ്ച് വീതിയിലും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. സ്കേർട്ട് പീസിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് 13 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടി 10 ഇഞ്ചിൽ ലൈനിങ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സൈഡിലെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ തുമ്പ് വശം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യുക. നെക്കിലും കൈക്കുഴിയിലും കട്ട് ചെയ്ത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് തയ്യൽ കയറാത്ത രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്യുക. 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു പീസ് 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുക. ആ മറിച്ചെടുത്ത പീസ് ഇതുപോലെ ഇടക്കൂടി 6 ഇഞ്ച് അടയാളപ്പെടുത്തേക്കുന്ന അവിടെ കൂടി ഉള്ളിലോട്ടിങ്ങനെ വെച്ച് ഇപ്പുറം കൂടി വലിച്ചെടുക്കുക. അതിനുശേഷം 2 സൈഡ് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് മറിച്ചെടുക്കുക. ലൈനിങ് ഇതുപോലെ മറിച്ചെടുത്തതിന് ഇതുപോലെ ഇങ്ങനെ വെച്ച് അടിച്ചതിന് ശേഷം മറിച്ചെടുക്കുക. ഉള്ളിലിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചതിന് ശേഷം ഇതുപോലെ മറിച്ച് കറക്റ്റായിട്ട് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം സ്കേർട്ട് പീസിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച പീസ് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററായിട്ട് വെച്ചിട്ട് ഫ്ലീറ്റ് ഇട്ടെടുക്കുക. മൊത്തം
അതുപോലെ ചുരുക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചുരുക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് പീസ് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് അതും സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് ചെറിയ കുഞ്ഞ് ഫ്ലീറ്റിട്ട് ലൈനിങ്ങും ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടിയുടെ ഭാഗം ഉള്ളിലായി പോയിക്കോളും. ഇതുപോലെ വെച്ച് അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇവിടെ കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ച് ഇങ്ങനെ ലൈനിങ് എടുക്കുക. മറിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഇവിടെ പൊക്കത്ത് കൂടി ആ സ്റ്റിച്ച് ചെയ്താണ് കൂടി ഒരു പ്രസ്സിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ രണ്ടും ഫ്രണ്ട് പീസും ബാക്ക് പീസ് ഇതുപോലെ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് 1 ഇഞ്ച് അകലത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്തതിന് ശേഷം താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് ലൈനിങ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്കേർട്ട് പീസിൻ്റെ താഴെ വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തം ലൈനിങ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബോയും ഇതുപോലെ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് ഇതുപോലെ ഒന്ന് ഭംഗിയാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.